മലയാളപ്പുഴ അമ്പലത്തിലെ പൊങ്കാലയാണ്. ഞങ്ങൾ പൊങ്കാലയ്ക്കുള്ള സാധനം വാങ്ങിക്കാനും സ്ഥലം പിടിക്കാനും കൂടിയാണ് വന്നത്. പൊങ്കാലയുടെ രസീത്. അങ്ങനെ പൊങ്കാലയ്ക്കുള്ള രസീതെല്ലാം എഴുതിയിട്ട് ഇനി സാധനം വാങ്ങിക്കാൻ പോവാം. സാധനം വാങ്ങിക്കണം. ഗണപതി ഒരുക്ക്, അരി, പാല്, ശർക്കര, അങ്ങനെ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് മൊത്തമുണ്ട്. എൻ്റെ ഇടയ്ക്ക് കഴിക്കണം. 1/2 കിലോയ്ക്ക് ഇത് പോരേടി? ചേട്ടാ ഇത് 1/2 കിലോയുടെ കലത്തിന് എത്രയാ? ഇതിന് 80. ഇത് 1/2 കിലോയുടെ തന്നെ അല്ലേ? ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നോക്കണം, എന്നാലേ അറിയത്തുള്ളൂ. വെള്ളം ഒഴിച്ച് വെച്ചേക്കണം. നനയ്ക്കാതെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നോക്കണം. അപ്പം വെള്ളം ഇതുവഴി വരുന്നുണ്ടെങ്കിൽ പോയി. പിന്നെ ഞങ്ങൾ ആ വഴി സാധനം വാങ്ങിക്കാൻ പത്തനംതിട്ടയ്ക്ക് പോയി. ചൂട് നല്ലതുപോലെ തലയ്ക്ക് പിടിച്ചപ്പം ഒരു മോരും വെള്ളം കുടിക്കാൻ നിർത്തി. പിന്നെ സാധനം വാങ്ങിക്കാൻ പത്തനംതിട്ടയിലെ അലങ്കാർ വന്നു. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് നോക്കാമല്ലോ. അത് ഫ്രൂട്ട്സിൻ്റെ അല്ല, പെർഫ്യൂം ഇതിൻ്റെ. എവിടെ പോന്നേ? കഴിക്കണം. വെജിറ്റേറിയൻ നോയമ്പ. നല്ല വെയില, മഴ പെയ്യും. നാളെ പൊങ്കാല സമയത്തൊന്നും മഴ പെയ്യായിരുന്നു. കഴിച്ചിട്ട് പിന്നെ മുല്ലപ്പൂ വാങ്ങിക്കാൻ പോയി. അതങ്ങനെ തലയിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞ് പൊങ്കാല ഇടാൻ വേണ്ടിയുള്ള സ്ഥലം തപ്പി നടപ്പായി. സ്ഥലം നോക്കുമ്പോൾ എപ്പോഴും തണലുള്ള സ്ഥലം വേണം നോക്കാൻ. വെച്ചിരിക്കുന്ന സ്പോട്ട് ഇവിടെയാണ്. ഇതാവുമ്പം ഇവിടെയാണ് സ്പോട്ട് പിടിച്ചത്. വേണ്ടി ചൂല് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സോറി, ഞങ്ങളപ്പോൾ അടുത്തൊരു വീട്ടിൽ കയറി ചൂല് വാങ്ങിക്കാൻ പോവാം. ഭാര്യയുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ ചൂല് കിട്ടി. അതെ, ഞാൻ കമ്മലിട്ടില്ല, കണ്ടോ? പോലെ മെറ്റം അടിക്കുന്ന ഞാനാ. മലയാളപ്പുഴ റോഡ് അടിക്കുന്നു. അത് വെയ്യങ്ങോട്ട്, ആനങ്ങോട്ട് അടിക്കങ്ങോട്ട്. ബോട്ടിലായിട്ട് ഞാൻ കുപ്പി കിട്ടി. ഈ സ്ഥലം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ജസ്റ്റ് ഒന്ന് കയ്യും കാലം കഴിയിട്ടിട്ട് സാധനം വാങ്ങിക്കാൻ പോകും. ദേ ഞങ്ങളുടെ സ്ഥലം. 1/4 മണിക്കൂറത്തെ കഷ്ടപ്പാടാണിത്.
സാധനവും വാങ്ങിച്ചു. ഈ സമയം വരെ നമ്മൾ ഇവിടെ ഇരിക്കത്തില്ലല്ലോ, എന്തെല്ലാം കഴിയത്തില്ലേ? പൊങ്കാല ഇട്ടിട്ടല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കും. എന്തി എത്രയും വെയിലെന്തേ? എടി ഇത്രയും വെയില്, നീ ഇവിടെ 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 അല്ലേ, ഇങ്ങോട്ട് മാറി നിൽക്കും. അങ്ങനെ സ്ഥലം പിടിച്ചു. അപ്പൊ ഇനി നാളെ കാണാം പൊങ്കാല ദിവസം. അത് കഴിഞ്ഞ് കുളിച്ചിട്ട് പൂ പറിക്കാൻ പോയി. ഗണപതി ഒരുക്കിന് വിളക്കിൻ്റെ മുമ്പിലിടാൻ വേണ്ടി പൂ അത്യാവശ്യമല്ലേ. ചുവന്ന പൂവാണെങ്കിൽ അത്രയും നല്ലത്. ദേവിക്ക് ഇഷ്ടമുള്ള കളർ ചുവപ്പല്ലേ. ഈ തുളസിയുടെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സാധാ തുളസിയല്ല, നല്ല മണമാണ്. പിന്നെ അടുത്ത പണി ശർക്കര ചുരണ്ടലായിരുന്നു. കുളിച്ചിട്ട് വന്നിട്ട് ശർക്കര ചുരണ്ടി. കയ്യേൽക്കാ കൂടുതൽ എൻ്റെ മുഖമാണ് എക്സ്പ്രഷൻ ഇട്ട് ചാവുന്നത്. നല്ല പണിയെടുക്കുന്ന എൻ്റെ മുഖമാണ്. പിന്നെ അമ്മ വന്ന് പണിയായിട്ടെടുത്തു. എല്ലാം ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ എടുക്കണം. അപ്പം ഓരോ സാധനം എത്ര എണ്ണം എല്ലാം എടുത്തിട്ടുണ്ടോ എന്നെല്ലാം നമുക്കറിയാൻ പറ്റും. എടുക്കുമ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം എന്തൊക്കെ ആവശ്യമുള്ളതെന്ന്. ആക്ച്വലി ഞാൻ 3 പൊങ്കാലയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ട് വിളക്കും സാമ്പ്രാണി കുത്തുന്ന ഐറ്റവുമാണ് ഞാൻ ആദ്യമേ എടുത്തു വെച്ചത്. തിരി, സാമ്പ്രാണി തിരി, കർപ്പൂരം, വിളക്കത്തിരി, പിന്നെ ഗണപതി ഒരുക്കിനുള്ള സാധനങ്ങൾ. ഈ ഗണപതി ഒരുക്കിനകത്ത് ശർക്കരയും കൽക്കണ്ടവും ഉണ്ട്. അഡീഷണൽ നമ്മൾ പഴം മാത്രം വെച്ചാൽ മതിയേ. പഴം 5 എണ്ണം വെച്ചാൽ പോലെ. പായസത്തിനകത്ത് അരിഞ്ഞിടാൻ 5 ഐറ്റം. എണ്ണ, ഇത്തിരി വിളക്ക്, സാമ്പ്രാണി കുത്തുന്ന സാധനം. അപ്പം ഇതിനകത്ത് ഇത് ക്ലോസ് ചെയ്യാറായി. ഓക്കെ, ഇനി അടുത്തതിനകത്ത് നമുക്ക് പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളിടാം. 3 കലത്തിലാണ് പൊങ്കാല ഇടുന്നത്. അപ്പം അതനുസരിച്ചുള്ള അരിയുണ്ട്. അരി അളന്നിടില്ലെന്നാണ് പറയുന്നത്. വേണം, ഞാൻ ഇത് വെച്ചിട്ട് അമ്പലത്തിൽ പോയി ഇടും. ഭണ്ഡാരപ്പെട്ടിക്കകത്തിടും. ഇച്ചിരി ദൂരമുണ്ട്, അത് അഞ്ചേട്ടൻ കൊണ്ടുവന്നോളൂ. ഒരു മിനിറ്റ്. ഞാനിത് വാങ്ങിച്ച അരിക്കകത്തുനിന്ന് ഭണ്ഡാര അടുപ്പിലോട്ട് ഇടാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചേക്കണം. അളന്നിട്ടില്ല, എടുത്ത് മാറ്റിയതാണേ കൈകൊണ്ട്. ഇട്ടിട്ട് 3 പൊങ്കാല ഇടുന്നത്. അതിനകത്ത് ഒന്നിനകത്ത് പാൽപ്പായസമാണ്, അതിന് വേണ്ടി ഉള്ള പഞ്ചസാര. ഈ ശർക്കര ഞാൻ ചീക എടുത്തതാണ്. എനിക്ക് അവിടെ ചെന്നിട്ട് എടുക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് ശർക്കര ചീക എടുത്തതാണ്. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടി, നെയ്യ്, കിസ്മിസും കാഷ്യൂനട്ടും, ജീരകപ്പൊടി, ചുക്കുപൊടി. പിന്നെ മെയിൻ ഐറ്റം തേങ്ങയുണ്ട്. അത് നാളെ എടുക്കുന്നുള്ളൂ. ഇന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയാവും. പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ എടുത്ത് വെളിയിൽ വെക്കുന്നുള്ളൂ. മെയിൻ ഐറ്റം കിണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, കിണ്ടി. അപ്പം എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആയെന്ന്. ഇനി പാത്രങ്ങളൊക്കെയാണ്, കൊച്ചു പാത്രം, സ്പൂണൊക്കെയാണ് എടുത്ത് വയ്ക്കുക. അരി കഴുകാനുള്ള പാത്രം, തവിയല്ലാണ്, സ്പൂണ്. അരി കഴുകാനുള്ളതാണ്. പിന്നെ ഒരു കോപ്പ, അതിൻ്റെ അടുത്തുള്ള ഗ്ലാസ്, പിന്നെ ഒരു പ്ലാസ്റ്റിക് മഗ് വെള്ളം എടുക്കാൻ വേണ്ടിയാണ്. അതിന്റെ പേരെന്തോ? ആരുണ്ടാക്കിയേ?
അപ്പൂപ്പനുണ്ടാക്കിയ തവി. ഇതാ പൊങ്കാല ഇളക്കാൻ വേണ്ടി മടലും കൊണ്ടുണ്ടാക്കിയതാണ്. അത് അല അടയ്ക്കാനുള്ള അടപ്പ് പാളയം കൊണ്ട്. ആവശ്യത്തിനുള്ള പത്രപ്പേപ്പർ എടുത്തോണം, കാരണം സാധനം നമ്മളെ കൊണ്ടുവന്ന് പിരിക്കാനുള്ളത്. ഒരു തോർത്തെടുത്തേ ആവശ്യത്തിന്, കാരണം പുക കാരണം കണ്ണ് തുടയ്ക്കണം, പിന്നെ ദേഹത്ത് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഒരെണ്ണം എക്സ്ട്രാ. ഇങ്ങോട്ട് നോക്കി, ആവശ്യത്തിന് പൂവ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പം ഇവിടെ അഴിച്ചിടുന്നില്ല, അവിടെ നാളെ മോനെ വെട്ടം മാറാം, നാളെ അവിടെ ചെന്നിട്ട് ഫ്രഷോടെ ഇലക്കകത്താക്കാൻ വേണ്ടി. ഇത് ആവശ്യത്തിനുള്ള വാഴയില, ഗണപതി ഒരുക്ക് വെക്കാനും പൂവിടാനൊക്കെ ഉള്ളതാണ്. പിന്നെ കലം അടച്ചു വെക്കാനൊക്കെയുള്ള വാഴയില. എന്തെങ്കിലുമൊക്കെ തുറയ്ക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നുണ്ട്. കാരണം ഇല്ലേ, നമുക്ക് പൊങ്കലിരിക്കുന്ന സ്ഥലത്ത് അടുത്തുള്ള വീട്ടിലൊക്കെ പോയി അന്നേരം വെള്ളം എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വെള്ളം നമ്മൾ കൊണ്ടുവന്നുണ്ട്, അരി കഴുകാനും പിന്നെ പൊങ്കലക്കാലത്തിൽ ഒഴിക്കാനൊക്കെയാണേ. പിന്നെ വേണ്ടത് മാവലയാണേ. ഈ മാവല എടുക്കുന്നത് നമുക്ക് കലത്തിൽ മാല കെട്ടിയിടാൻ വേണ്ടിയാണ്. പൂമാലയല്ല, മാവിൻ്റെ ഇല, ആലില, കോവളത്തിൻ്റെ ഇല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പൊങ്കലിടുമ്പോഴെല്ലാം മാവിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. എല്ലാ നാട്ടിലും ഇങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. മാവല കൊണ്ട് കലത്തെ മാല കെട്ടിയിടും. അപ്പം ഈ വലിയ സൂചിക്കകത്തെ കുറച്ച് കുരുക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, കെട്ടുന്നതിലും നല്ലത് കുരുത്തിടുന്നതായിരിക്കും. വാഴനാർ എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ട് മറ്റേ സൂചിയും കൊണ്ട് പെട്ടെന്ന് കെട്ടാൻ പറ്റും, കോർത്ത് ചുറ്റിയിട്ടേ. അപ്പം ഇലയും കീറത്തില്ല എന്നാണ് വിശ്വാസം. ഇനിയും നാളെ തേങ്ങ പൂളി എടുക്കണം ഗണപതി ഒരുക്കിന് വെക്കാൻ. പിന്നെ കുറച്ച് തേങ്ങ ചിരവി എടുക്കണം. ഇന്ന് എടുത്തുകൊണ്ട് വെക്കുന്നത് മോശമല്ലേ, അപ്പം നാളെ ചിരവി എടുക്കണം. അപ്പോൾ അത് രണ്ടും ഓർമ്മിപ്പിക്കണേ. തേങ്ങ പൂളും പിന്നെ തേങ്ങ ചിരവിയതും പിന്നെ പാല്, ഇത് ഇനി മൂന്നും കൂടിയാണ് നമുക്ക് കൂട്ടിച്ചേർക്കാവുള്ളൂ. അതെന്തായാലും നാളെ ചേർക്കാനെ കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ആവശ്യത്തിന് ഇല എടുത്തു, ഇനി കഴുകിയെടുക്കാം. ഇത് ജസ്റ്റ് കഴുകിയിട്ടൊന്ന് തുടയ്ക്കണം. ഇല കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കെട്ടാനുള്ള വാഴനാരും എടുത്തിട്ടുണ്ട്. വാഴനാര് നമ്മൾ സ്പെയറിന് എടുക്കണം. നമ്മൾ വലിയ സൂചി നൂലും എടുക്കുന്നുണ്ട്. ഏതാണ് എളുപ്പം അന്നേരം സമയത്തിനനുസരിച്ച് നമ്മൾ കിട്ടും. മെയിനായിട്ടുള്ള ഐറ്റം വിറകാണ്. അത് വണ്ടിക്കകത്ത് ആദ്യമേ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കത്തി എടുത്തിരുന്നുണ്ട്, പഴവും ഇലയൊക്കെ കണ്ടിക്കാൻ വേണ്ടി ഒരു കത്തി. രണ്ട് മൂന്ന് കവർ എടുക്കുന്നത് നല്ലതായിരിക്കും. തിരിച്ച് പൊങ്കാലക്കലം കൊണ്ടുവരാൻ അല്ലെങ്കിൽ പാടായിരിക്കും, കരിക്കലമല്ലേ. അപ്പോൾ എക്സ്ട്രാ കലവും പേപ്പറും എടുക്കുന്നത് നല്ലതായിരിക്കും. സത്യം പറഞ്ഞാൽ ഒരുപാട് ലേറ്റായി. ഇനിയും സാരിയൊക്കെ തേക്കണം, ഒരുപാട് പണിയുണ്ട്. അപ്പം എത്ര ഐറ്റമാണ് എടുത്തു വയ്ക്കാനുള്ളത്. ഇനിയും നാളെ പൊങ്കാലിടുവാണ്. ദൈവം സഹായിക്കുവാണെങ്കിൽ, സമയം കിട്ടുവാണെങ്കിൽ പൊങ്കാല വീഡിയോയും കൂടി എടുക്കാം. അപ്പം ശരി, ബൈ.